ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, മനോഹരമായി പ്രഭാതത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പലവിധ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് ഈ ദിവസം മുഴുവനും സന്തോഷവും സമാധാനവും നൽകി വഴി നടത്തണമേ. അങ്ങയിൽ നിന്ന് ഞങ്ങൾ എത്ര ദൂരെയാണെങ്കിലും ഞങ്ങളെ തേടി വരുന്ന ഈശോയെ, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന അങ്ങയുടെ വചനം കേൾക്കുവാൻ കഴിയും വിധം ഞങ്ങളുടെ അടഞ്ഞ കാതുകളെ അങ്ങ് തന്നെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങോട്ടെന്നില്ലാതെ പായുന്ന ഞങ്ങളുടെ മനസ്സിനെ പ്രത്യാശയിലേക്ക് തിരിച്ചുവിടണമേ. അനാവശ്യമായ കെട്ടുബന്ധങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാൻ വേഗം വരണമേ യേശോ. പലവിധ പ്രശ്നങ്ങളിൽ ഉഴലുന്നവർ, മുന്നോട്ടൊരു വഴിയും കാണാതെ അലയുന്ന നിന്റെ മക്കൾ, ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർ, ലക്ഷങ്ങളുടെയൊക്കെ കടബാധ്യതയുള്ള മക്കൾ, ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങൾ, ബിസിനസ് മേഖലകളൊക്കെ തകർന്നതുമൂലം കടക്കെണിയിൽ പെട്ടുപോയവർ, ജോലിയില്ലാത്ത നിന്റെ മക്കൾ, ജോലി നഷ്ടപ്പെട്ടു പോയവർ, ഇതുമൂലം കുടുംബ സമാധാനം നഷ്ടപ്പെട്ടവർ, രോഗപീഠകളാൽ വേദനിക്കുന്നവർ, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത വിധത്തിൽ രോഗം പിടിമുറുക്കിയ മക്കൾ, കർത്താവേ, ഈ മക്കളെയൊക്കെ ഒന്ന് തൊടണേ ഈശോ. കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ ശക്തി ഇറങ്ങണം ഈശോ ഈ പ്രഭാതത്തിൽ. തിരുരക്തം കൊണ്ട് നിന്റെ മക്കളൊക്കെ കഴുകപ്പെടട്ടെ ഈശോ. മുറിവേറ്റ നിന്റെ തിരുക്കരം ഈ മക്കളുടെ മേലൊന്ന് നീട്ടണേ ഈശോ. കരുണ കാണിക്കണേ ഈശോ. ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോ, ഈ മക്കൾക്കായി ഈ സമയം പലവിധ പരീക്ഷകളൊക്കെ എഴുതി റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഒത്തിരിയുണ്ട് ഈശോ. കരുണ കാണിക്കണേ അവരോട്. നീ അവരെ സങ്കടപ്പെടുത്തരുതേ. അവരുടെ പ്രയത്നങ്ങളെ കർത്താവേ നീ കണ്ടില്ലെന്ന് നടിക്കരുതേ. ഉന്നത വിജയം നൽകി നിൻ്റെ മക്കളെ എല്ലാം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷയ്ക്കായി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. വരും ദിവസങ്ങളിലൊക്കെ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നവർ ഈശോ, നിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഈ സമയം ചേർത്ത് വയ്ക്കുകയാണ് ഈശോ. നീ അവരെ പൊതിഞ്ഞു പിടിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ടവരെ നിറയ്ക്കണമേ. അവരുടെ ബുദ്ധി, മനസ്സ്, ഓർമ്മ, ചിന്ത, ഭാവന പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈശോയെ, വീട് വിൽപ്പന നടക്കാതെ വിഷമിക്കുന്നവർ, സ്ഥലം വിൽപ്പന നടക്കാതെയൊക്കെ വിഷമിക്കുന്ന, തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലകളുടെ മേലെല്ലാം കർത്താവേ നിൻ്റെ കരുണയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കൾക്ക് ഒരു വഴി തുറന്നു കൊടുക്കണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. വിവാഹ തടസ്സം നേരിടുന്ന ഒത്തിരി യുവതിയുവാക്കൾ ഞങ്ങളുടെ കുടുംബത്തിലെ ചുറ്റുപാടുമുണ്ട് കർത്താവേ. നിൻ്റെ വലിയ കരുണയും ദയയും ആ മക്കളുടെ മേലുണ്ടാകട്ടെ. വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന സകല ദമ്പതിമാരോടും ഈശോ, ഈ സമയം നീ തൊടണേ അവരെ. കരുണ കാണിക്കണമേ. അടിപ്പിണർ പോലെ, വൈദ്യുത തരംഗം പോലെ ദൈവശക്തി ഇപ്പോൾ തന്നെ അവരിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദരഫലം നൽകി നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എനിക്കറിയില്ല ഈശോയെ, എനിക്കറിയില്ല നിൻ്റെ മക്കൾക്കൊക്കെ വേണ്ടി എങ്ങനെയാണപ്പാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. അവരിന്ന് പലവിധ പ്രയാസങ്ങളാൽ നീറുന്നത് നീ കാണുന്നില്ല ഈശോ. അവരുടെ ആവശ്യങ്ങൾ നീ അറിയുന്നില്ല ഈശോ. ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കളെ ഈശോ നീ അനുഗ്രഹിക്കാതെ നീ പറഞ്ഞു വിടല്ലേ ഈശോ. ഇവർ നിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്ന സകല നിയോഗങ്ങളുടെ മേലും സ്വർഗത്തിൻ്റെ കരുണയുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിഹാരമില്ലെന്നുറപ്പായ പ്രശ്നങ്ങൾക്ക് മേൽ തമ്പുരാനെ മിഴി തുറക്കണമേ. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ആരെങ്കിലും ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുവെങ്കിൽ ഈശോ, ഞാൻ അവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുവാൻ ദയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കണേ ഈശോ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ എല്ലാവരെയും
നീ അനുഗ്രഹിക്കണമേ. ആരോരുമില്ല ഈ മുറിവേറ്റവന്റെ മുറിവാരുണക്കും യേശുനാഥ, അണയാൻ തുടങ്ങുമീ മൺചിരാതിന്റെ അരികിലാരണയും യേശുനാഥ. ആരോടു ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും ശ്രീയേശുനാഥ പൊന്നുനാഥ, ആരേറ്റെടുക്കുമീ ഭാരങ്ങളൊക്കെയും ആശ്വാസദായക ആത്മനാഥ. നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വീടിരിക്കുന്ന ആ സ്ഥലം, പരിസര പ്രദേശങ്ങൾ, നമ്മളായിരിക്കുന്ന ദേശം എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈശോയുടെ കുരിശിൻ്റെ സംരക്ഷണം നമുക്കെല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ മരണക്കെട്ടിലാകുന്ന കുരിശ് ഞങ്ങളുടെ 4 അതിർത്തികളിന്മേൽ നാട്ടി, മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി, തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ്, കോടാനുകോടി മാലാഖമാരെ ചുറ്റും നിർത്തി, യാതൊരു അന്ധകാര ശക്തികളോ വ്യക്തികളോ ഈ ഭവനത്തിലേക്ക് കടന്നു വരാത്ത വിധം അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാനിതാ വിശ്രമിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പിയുടെ തിരുനിഴലിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഒരു മാതൃകരമെന്നതുപോലെ ഞങ്ങളെ നയിച്ചാലും. ആമേൻ. നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന നല്ല തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. 25-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്കായി പുതിയ വഴികൾ തുറക്കട്ടെ. 25-ാം സങ്കീർത്തനം ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ച അനേകരിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ മേഖലകളുടെ മേലും നിന്റെ കരം പ്രവർത്തിക്കണമേ. എനിക്ക് വഴി കാട്ടിത്തരണമേ ഈശോ. മുന്നോട്ട് വഴി കാണാതെ അലയുന്ന എൻ്റെ ജീവിതത്തിൽ നീ വെളിച്ചം വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിയോഗങ്ങളെ ഈ സങ്കീർത്തനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ടു മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ
സദാ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു, അവരെന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവിന് സ്തുതി.